ക്രിസ്മസ് പുൽക്കൂടിന്റെ അൺബോക്സിംഗ്. അത് പുൽക്കൂടിന്റെ അൺബോക്സിംഗ് അല്ല, രൂപങ്ങളുടെ അൺബോക്സിംഗ്. രൂപങ്ങളുടെ അൺബോക്സിംഗ്. തെറ്റെന്റെ ഭാഗത്താ. ഓക്കെ, ഫസ്റ്റ് മാറ്റുമ്പോ അടുമ്പ നമ്പർ 1, അടുമ്പ നമ്പർ 2. പിന്നെ നമുക്കൊരു കൈതക്കുട്ടനുണ്ട്. കൈതക്കുട്ടൻ ഞാൻ ചെയ്യും. നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഇതും ആട്ടിയുടേതായിരിക്കണം. അടുത്തത് ഒട്ടകം. യെസ്, കുറച്ച് പുലിനെയും മാനിനെയും ഒക്കെ കൂടെ വാങ്ങിക്കണം എന്നല്ലേ ചുറ്റുമൊക്കെ. ഇതെനിക്ക് സംശയമുള്ള ഒരു കഥാപാത്രമാണ്. ഇതൊന്നെങ്കിൽ ആട്ടിയിടാവാ അല്ലെങ്കിൽ ഔട്ടിടാവാ. നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇത് നമ്മുടെ മാതാവ്. നമ്മൾ മെയിൻ കാര്യത്തെ എപ്പോഴും വെയിറ്റ് ചെയ്യുന്നത്. ഇതൊരു വന്നിട്ടില്ല. ഇത് ആട് നമ്പർ 2, 3. കുഞ്ഞാടുകളില്ല, ഇതെല്ലാം കുഞ്ഞല്ലേ? കണ്ടപ്പോ തന്നെ ഗസ് ചെയ്യാൻ പറ്റും. തൂക്കിയിടണം. അല്ല അതില്ലേ, കുളത്തില്ലേ? തട്ടിക്കലാണ് സാധാരണ മാലാക കുളത്തുണ്ടാവും. കൊറേ ആടുകളുണ്ടല്ലോ. ആട് നമ്പർ 4. ഇപ്പൊ ഈ ആടിന് പൈസ ഉണ്ട്. ഇത് രാജാക്കന്മാരായിരിക്കണം. കണ്ടോ, അല്ല രാജാക്കന്മാരൊക്കെ ഇങ്ങനെ സ്വർണ്ണൊക്കെ ഈടും അതിലൊരു സമ്മാനം കാണും. അങ്ങനെ കൈകളിലുണ്ടാവും. രാജാക്കന്മാര് സമ്മാനമായിട്ട് വന്നു. ഇത് നമ്മുടെ മെയിൻ താരമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അതൊക്കെ ലാസ്റ്റ് പഠിക്കാം. സസ്പെൻസ്. ഇതാണ് യോസെപ്പിതാവ്. കാരണം അല്ല ഒന്നെങ്കിൽ കാരണം മാതാവ് മുട്ടുകുത്തി. അപ്പൊ ഇതും രാജാവ്. യോസെപ്പിതാവ് ഇനി ഏത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇതും രാജാവായിരിക്കണം. അത് അവരുടെ ഡ്രസ്സ് കാണുമ്പോഴേ നോക്കാം. ഒരു ലക്ഷറി ഫീല. മഞ്ഞ കളർ. 3 രാജാവായോ? 3 രാജാവായി. ആട്ടിടയന. അതിന് നമുക്ക് നമ്മുടെ ഇത് മുട്ടുകുത്തി നിൽക്കുന്ന ഒരാളാണ്. ഇതാവണം യോസേപ്പിതാവ്. ഇതല്ലേ യോസേപ്പിതാവ്? ഇത് ഒരു ആടോ പശുവോ? ഇത് പുല്ല് തിന്നണ ആട്. മരത്തിൽ കയറിയോ? അങ്ങനെയൊന്നും ബൈബിൾ അല്ല. എന്റെ ഊഹം തെറ്റി. പശു തീർന്നു. നമ്മുടെ മെയിൻ കാര്യത്തിനെയും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെയിൻ കാര്യം ഉണ്ണീശോ. കണ്ണെഴുതിയ ഉണ്ണീശോ. അത് തന്നെ. ഇത് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഉണ്ണീശോയാ. ഉണ്ണീശോയും റെഡി. നിൽക്കാം. ഇതിന്റെ ഒരു ക്ലോസപ്പ് എടുക്കും.